ഇന്ന് നമുക്ക് ജയിലിലെ ഭക്ഷണം കഴിച്ചാലോ? ഈ കാണുന്ന വാനിൽ നിന്നാണ് ഇവർ ജയിലിലെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കിയിട്ട് ഇവിടെ കൊണ്ടുവരുന്നത് കേട്ടോ. ഹായ് ഫ്രണ്ട്സ്, നിങ്ങൾ ജയിലിലെ ഫുഡ് കഴിച്ചിട്ടുണ്ടോ? ഞാനും കഴിച്ചിട്ടില്ല, പക്ഷെ ഇന്ന് ഞാൻ കഴിക്കാൻ വേണ്ടി പോവാണ്. ജയിലിലെ ബ്രേക്ക്ഫാസ്റ്റ് അതുപോലെ തന്നെ ജയിലിലെ ബിരിയാണി ഒക്കെ ജയിലിലെ ആൾക്കാർ ഉണ്ടാക്കണതാണ്. അപ്പൊ അങ്ങനെ കാര്യങ്ങളൊന്ന് എക്സ്പ്ലോർ ചെയ്യിക്കാലോ. സോ കമാൺ ഗൈസ്. ഹായ്, നിങ്ങൾ ജയിലിലെ ഫുഡ് കഴിച്ചിട്ടുണ്ടോ? കഴിച്ചിട്ടില്ല. കഴിക്കാൻ താല്പര്യം ഉണ്ടോ? ഒന്ന് എന്നാൽ ജയിലിലെ ഫുഡ് നമ്മളെ ഭാഗം നിങ്ങൾക്ക് എന്തായാലും കഴിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് ഒരു അഭിപ്രായം പറയണം. ഓക്കെ, റെഡി അല്ലേ? ഓക്കെ, അങ്ങനെ ഫുഡ് എത്തിയിട്ടുണ്ട്. ഇതാണ് ജയിലിലെ ചപ്പാത്തി, അതുപോലെ തന്നെ ജയിലിലെ ചിക്കൻ ബിരിയാണി, അതുപോലെ തന്നെ ജയിലിലെ ചില്ലി പൊരിച്ചത്, അതുപോലെ തന്നെ ചിക്കൻ കറി, പിന്നെ വെജിറ്റബിൾ കറി, അതുപോലെ തന്നെ എഗ് കറിയാണ് വരുന്നത് കേട്ടോ. ഇതിന്റെ റൈറ്റും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ പാർട്ടി ഓർഡറും ഉണ്ട് കേട്ടോ. നമ്മളെന്തായാലും 5 പാക്കറ്റ് ചിക്കൻ ബിരിയാണി അങ്ങോട്ട് വാങ്ങി നേരെ മാനാഞ്ചിറ സ്ക്വയറിൽ പോയി ഇരുന്നിട്ട് അങ്ങോട്ട് ഓപ്പൺ ചെയ്തു. നല്ല ചൂടുള്ള ബിരിയാണി. 2 പീസാണ് ചിക്കൻ ബിരിയാണിയിൽ ചിക്കൻ പീസ് ഉണ്ടാവും കേട്ടോ. ബിരിയാണി എങ്ങനെയുണ്ട്? ചൂടോടെ കഴിക്കുമ്പോ അതിന്റേതായിട്ടുള്ള ടേസ്റ്റ് ഉണ്ട്. 70 രൂപയ്ക്ക് വൃത്തിയാണ്. ഓക്കെ ഓക്കെ. എല്ലാത്തിലും 2 പീസ് ചിക്കൻ ഉണ്ട്. ചിക്കനൊക്കെ അത്യാവശ്യം സോഫ്റ്റ് ഉണ്ട്. രാവിലെ അതുപോലെ തന്നെ ഉച്ചയ്ക്ക് ശേഷം ഉണ്ടാവുക. രാവിലെ നമ്മുടെ ബഷീർ റോഡും ഉച്ചയ്ക്ക് ശേഷം നമ്മുടെ SM സ്ട്രീറ്റിലെ പ്രതിമന്റെ സൈഡിലാണ് ഉണ്ടാവുക. കഴിച്ചു നോക്കി, സംഭവം കുഴപ്പമില്ല കേട്ടോ. എന്തായാലും 70 രൂപക്ക് വർത്താണ്. ജയിലിലുള്ള ആളുകൾ ഉണ്ടാക്കുന്ന ഒരു ഭക്ഷണമാണത്. അപ്പൊ എന്തായാലും നിങ്ങൾ പോയി ട്രൈ ചെയ്യുക, ഫീഡ്ബാക്ക് അറിയിക്കുക. ലൊക്കേഷൻ വരെ നമ്മുടെ കോഴിക്കോട് SM സ്ട്രീറ്റിലെ പ്രതിമന്റെ തൊട്ട സൈഡിലായിട്ട് കാണാൻ പറ്റും. ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യാൻ മറക്കണ്ട. അപ്പൊ ശരി, ബൈ.